അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നാം എടുക്കുന്നത് 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അദ്ദർസു സാലിസു, പാഠം 3. യാ അയ്യുഹൽ മുദ്ദസിർ. എന്താണ് യാ അയ്യുഹൽ മുദ്ദസിർ? കുറച്ചു ദിവസം വഹി ലഭിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീലിനെ കാണാൻ കൊതിയായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ കണ്ടു. ആകാശഭൂമിക്കിടയിൽ ഇരിക്കുന്നു. മലക്കിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾക്കിടിലത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതുപ്പിച്ചു. അപ്പോൾ വീണ്ടും വഹിയുണ്ടായി. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്സിർ വലിറബ്ബിക ഫസ്ബിർ. പുതപ്പിട്ടു മൂടിയ പ്രവാചകരെ, എഴുന്നേൽക്കൂ, മുന്നറിയിപ്പ് നൽകൂ, നിന്റെ നാഥനെ വാഴ്ത്തൂ, വിശുദ്ധി നേടൂ, ദുർവിധികൾ ഉപേക്ഷിക്കൂ, കൂടുതൽ കിടന്നാഗ്രഹിച്ചുകൊണ്ട് ദാനം നൽകാതിരിക്കൂ, നിന്റെ നാഥനു വേണ്ടി ക്ഷമ കൈക്കൊള്ളൂ. ഇത് പ്രബോധനത്തിനുള്ള കൽപ്പനയായിരുന്നു. അതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം ആരംഭിച്ചു. പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹ ആദ്യം ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവുമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവും സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവും സുബൈർ റളിയല്ലാഹു അൻഹുവും ത്വൽഹ റളിയല്ലാഹു അൻഹുവും തുടങ്ങിയവർ ഇസ്ലാം ആശ്ലേഷിച്ചു. രഹസ്യ പ്രബോധനം 3 വർഷം നീണ്ടുനിന്നു. പലരും ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് പരസ്യ പ്രബോധനത്തിനുള്ള കൽപ്പന വന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിനുമേൽ കയറി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഓടിവരൂ, ഓടിവരൂ. കേട്ടവരെല്ലാം കുന്നിനു താഴെ എത്തിച്ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, ഈ മലയുടെ പിറകിലൂടെ ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ ഏക സ്വരത്തിൽ പറഞ്ഞു, അതെ, നിങ്ങൾ കളവ് പറയുന്നതായി ഞങ്ങൾക്ക് പരിചയമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ്. നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരും. അപ്പോൾ അബൂ ലഹബ് പറഞ്ഞു, നിനക്ക് നാശം. ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഈ സന്ദർഭത്തിൽ സൂറത്ത് ലഹബ് അവതരിച്ചു. അത് അബൂ ലഹബിൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു. ആ മുന്നറിയിപ്പ് അക്ഷരം പ്രതി പുലർന്നു. പരസ്യ പ്രബോധനം തുടങ്ങിയതോടെ എതിർപ്പുകളുണ്ടായി. സത്യം പറയുക, അക്രമം ഉപേക്ഷിക്കുക, കുടുംബബന്ധം ചേർക്കുക, അന്ധവിശ്വാസങ്ങൾ ഉപേക്ഷിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത്. എന്നാൽ തിന്മയിലും അക്രമങ്ങളിലും മുഴുകി ജീവിച്ചിരുന്നവർക്ക് അത് ഉപേക്ഷിക്കാൻ മനസ്സു വന്നില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും ഉപദ്രവിക്കാൻ തുടങ്ങി. പലരും കഠിന പീഡനങ്ങൾക്കിരയായി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ ഉമയ്യത്ത് നട്ടുച്ചക്ക് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റിവെച്ച് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ തടങ്കലിലിട്ട് ശിക്ഷിച്ചു. സുമയ്യ റളിയല്ലാഹു അൻഹ അബൂജഹലിൻ്റെ ക്രൂരമർദ്ദനമേറ്റ് രക്തസാക്ഷിണിയായി. ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിനെ പട്ടിണിക്കിട്ട് പീഡിപ്പിച്ചു. സിന്നീറ റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. എന്നാൽ ഈ പീഡനങ്ങൾ വിശ്വാസികളെ നന്മയുടെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. ഇനി ബ്രാക്കറ്റിലുള്ളത് വായിക്കാം. സുബ്രൻ ആല യാസിർ ഫ ഇന്ന മൗഇദക്കുമുൽ ജന്ന. യാസിർ കുടുംബമേ, ക്ഷമിക്കൂ, നിങ്ങൾക്കുള്ള വാഗ്ദാനം സ്വർഗമാണ്.
പ്രിയപ്പെട്ട കുട്ടികളെ, എന്താണ് നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലായത്? ഇസ്ലാമിൻ്റെ മുൻകാല ചരിത്രങ്ങൾ, ആദ്യകാല ചരിത്രങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. വല്ല സംശയങ്ങളുമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് തദ്രീബാത്ത് നോക്കാം. നഖ്റഉ വനഫഹമു, വായിച്ച് മനസ്സിലാക്കാനാണ്. നമുക്ക് നോക്കാം. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരും വലിയ മർദ്ദനത്തിന് വിധേയരുമായ സ്വഹാബികളിൽ ചിലർ. അടുത്തത് നോക്കാം. സുമയ്യ റളിയല്ലാഹു അൻഹ, ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരും വലിയ മർദ്ദനത്തിന് വിധേയമായവരുമായ സ്വഹാബികളിൽ ചിലർ. സിന്നീറ റളിയല്ലാഹു അൻഹ, ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരും വലിയ മർദ്ദനത്തിന് വിധേയരുമായ സ്വഹാബികളിൽ ചിലർ. ഖാലിദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു, ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരും വലിയ മർദ്ദനത്തിന് വിധേയമായവരുമായ സ്വഹാബികളിൽ ചിലർ. അടുത്തത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരും വലിയ മർദ്ദനത്തിന് വിധേയമായവരുമായ സ്വഹാബികളിൽ ചിലർ. അടുത്തത് നോക്കാം. മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിയവൻ. അന്തിർ, മുന്നറിയിപ്പ് നൽകൂ. ഖും, എഴുന്നേൽക്കൂ. കെബ്ബിർ, വാഴ്ത്തൂ. അടുത്ത് നോക്കാം. സൗബുൻ, വസ്ത്രം. സിയാബുൻ, വസ്ത്രങ്ങൾ. വ സിയാബക ഫതുഹിർ, ദോഷങ്ങളിൽ നിന്ന് നീ വിശുദ്ധനാവുക. ശരീരവും വസ്ത്രവും മനസ്സും ശുദ്ധീകരിക്കുക. സൂറത്തുൽ മസദ്, സൂറത്തുൽ ലഹബ്. വ റുജിസ ഫഹ്ജുർ, ദുർവിധികൾ ഉപേക്ഷിക്കൂ. റുജ്സ്, ദുർവിധി. ഹജറ, വെടിഞ്ഞു. ലാ തംനുൻ, ദാനം നൽകരുത്. തസ്തക്സിർ, കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ട്. വലി റബ്ബിക്ക ഫസ്ബിർ, നിന്റെ നാഥനു വേണ്ടി ക്ഷമ കൈക്കൊള്ളുക. തബ്ബ, നശിച്ചു. ഖൈലുൻ, കുതിരപ്പട. യാ സബാഹ, ഓടി വരൂ. അബൂലഹബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ. അബൂജഹൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തവരുടെ നേതാവ്. അടുത്തത് നജ്ബ് ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടതെങ്ങനെ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം നോക്കാം. ആകാശഭൂമിക്കിടയിൽ ഇരിക്കുന്നതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത്. അപ്പോൾ അതുപോലെ എഴുതി കൊടുക്കുക. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം നോക്കാം. ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചതാരാണ് എന്നുള്ളതാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. എന്താണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അടുത്ത ചോദ്യം നോക്കാം, മൂന്നാമത്തത്. രഹസ്യ പ്രബോധനം എത്ര കാലം നീണ്ടു നിന്നു എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം, 3 വർഷം. അടുത്ത ചോദ്യം നോക്കാം. സഫയുടെ മുകളിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് എന്താണ് പറഞ്ഞത് എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഓടി വരൂ, ഓടി വരൂ. കേട്ടവരെല്ലാം കുന്നിനു താഴെ എത്തിച്ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, ഈ മലയുടെ പിറകിലൂടെ ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ അവിടെയുള്ള ആളുകൾ അവർ എല്ലാവരും പറഞ്ഞു ഏകസ്വരത്തിൽ, അതെ, നിങ്ങൾ കളവ് പറയുന്നതായി ഞങ്ങൾക്ക് പരിചയമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ്, നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരും എന്നത്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. അബൂലഹബ് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്നതാണ്. നമുക്ക് നോക്കാം ഉത്തരം. നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്നതാണ് അബൂലഹബ് പറഞ്ഞത്. അടുത്ത ആറാമത്തെ ചോദ്യം നോക്കാം. സൂറത്ത് ലഹബിൻ്റെ ഉള്ളടക്കം എന്ത് എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. അബൂലഹബിൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് സൂറത്തുൽ ലഹബ്. ഏഴാമത്തെ ചോദ്യം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുസ്ലിങ്ങളെയും ഖുറൈശികൾ ഉപദ്രവിക്കാൻ കാരണമെന്ത്? അതിന് ഉത്തരം നോക്കാം. സത്യം പറയുക, അക്രമം ഉപേക്ഷിക്കുക, കുടുംബബന്ധം ചേർക്കുക,
അന്ധവിശ്വാസങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട്. അടുത്തത് 8ാമത്തെ ചോദ്യം നോക്കാം. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ എങ്ങനെയാണ് പീഡിപ്പിച്ചത്? ഉത്തരം നോക്കാം. നട്ടുച്ചക്ക് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ചു. അങ്ങനെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ പീഡിപ്പിച്ചത്. അടുത്തത് നസ്രു ചേരുംപടി, അതായത് ചേർത്ത് കൊടുക്കാനാണ്. നമുക്ക് നോക്കാം. ബിലാൽ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, സിന്നിറ റളിയല്ലാഹു അൻഹ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു. അടുത്ത കള്ളിയിൽ 1 മുതൽ 5 വരെ എണ്ണം ഇട്ടിട്ടുണ്ട്. അതിനുശേഷമുള്ള കള്ളിയിൽ പീഡനമേറ്റ് രക്തസാക്ഷിണിയായി. അടുത്ത കള്ളിയിൽ പട്ടിണിക്കിട്ട് പീഡിപ്പിച്ചു, നെഞ്ചിൽ പാറക്കല്ല് വെച്ചു പീഡിപ്പിച്ചു, കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു, തടവിലിട്ട് ശിക്ഷിച്ചു. ഇതെല്ലാം പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികൾ നോക്കി ശരിയായി എഴുതണം. ഞാൻ എന്നാലും ഇവിടെ കാണിച്ചു തരാം. ഞാൻ എഴുതിയത് ശരിയാണോ എന്നത് നിങ്ങൾ നോക്കി തിരുത്തി എഴുതണം ഇൻഷാ അല്ലാഹ്. ആദ്യത്തെ കള്ളിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു എന്നതിന് നേരെ 3 നമ്പർ ഇട്ട് കൊടുക്കേണ്ടത്. എന്താണ് 3ാമത്തെ നമ്പറിൽ? നെഞ്ചിൽ പാറക്കല്ല് വെച്ചു പീഡിപ്പിച്ചു എന്നതാണ്. അടുത്ത കള്ളിയിൽ സുമയ്യ റളിയല്ലാഹു അൻഹ എന്നതാണ്. അതിന് നേരെ 1ാം നമ്പറാണ് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം 1ാം നമ്പറിന് നേരെ എഴുതിയിട്ടുണ്ട് പീഡനമേറ്റ് രക്തസാക്ഷിണിയായി എന്നതാണ് സുമയ്യ റളിയല്ലാഹു അൻഹു. അടുത്തത് സിന്നീറ റളിയല്ലാഹു അൻഹ. അത് 4 നമ്പർ ഇട്ട് കൊടുക്കണം. കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. അടുത്തത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, 5 എന്നിട്ട് കൊടുക്കണം. കാരണം തടവിലിട്ടു ശിക്ഷിച്ചു എന്നതാണ് എഴുതി കൊടുക്കുക. അതിൻ്റെ നമ്പറാണ് 5ാം നമ്പർ. അടുത്തത് ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു, 2ാം നമ്പറാണ് ഇട്ട് കൊടുക്കേണ്ടത്. പട്ടിണിക്കിട്ട് പീഡിപ്പിച്ചു. അടുത്ത ചോദ്യം നോക്കാം. നുൻഷിഉൽ ജുംല, വാക്യത്തിൽ പ്രയോഗിക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പീഡിപ്പിച്ചു എന്ന് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വരി എഴുതി കൊടുക്കാം. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ തടങ്കലിൽ ഇട്ടു പീഡിപ്പിച്ചു എന്നതാണ്. അടുത്തത് ആശ്ലേഷിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം ആശ്ലേഷിച്ചു. അടുത്തത് മുന്നറിയിപ്പ് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികൾക്ക് മുന്നറിയിപ്പ് നൽകി. അടുത്തത് പ്രബോധനം നടത്തി എന്നതാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. 3 വർഷം രഹസ്യ പ്രബോധനം നടത്തി. അടുത്തത് ഉൽക്കിടിലം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൽക്കിടലത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അടുത്തത് നുബയ്യിനു സിയാഖ്, സന്ദർഭം എഴുതാനാണ്. ആര് ആരോട് എപ്പോൾ എന്നുള്ളത്. ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്നതാണ് അവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞു, ആര് പറഞ്ഞു എന്നുള്ളതാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിന് മുകളിൽ കയറി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഓടിവരൂ ഓടിവരൂ. കേട്ടവരെല്ലാം ഓടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കഠിനമായ ശിക്ഷ വരും. അപ്പോൾ അബൂലഹബ് പറഞ്ഞതാണിത്. അടുത്ത ചോദ്യം തഖ്സീസ് എഴുതാനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടതാണ്. നമുക്ക് നോക്കാം. 6ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലായി മക്കയിൽ ജനിച്ചു. എത്യോപ്യൻ വംശജനായ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഹാബി ആയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു. മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ആദ്യത്തെ മുഅദ്ദിനായി തിരഞ്ഞെടുത്തു. ബിലാൽ ഇബ്നു റബാഹ്, ബിലാൽ ഇബ്നു ഹബ്ഷ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതോടെ നമ്മുടെ ഈ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ചാപ്റ്ററുമായി വീണ്ടും വരുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.